നിറഞ്ഞ സന്തോഷത്തോടെ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി നാടിന് സമർപ്പിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം നടന്നിരിക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ട് സർക്കാർ 106 കോടി രൂപയോളമാണ് അനുവദിച്ചിട്ടുള്ളത്. പെൻഷൻ വിതരണത്തിന്റെ, സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി രാവിലെ 11:30 നിർവഹിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. 15 ലക്ഷത്തോളം അപേക്ഷകളിൽ 5 ലക്ഷത്തോളം അപേക്ഷകളിലേക്ക് ഇപ്പോഴും തുക വിതരണം ഇല്ല. അവർക്ക് തുക വിതരണം തുടങ്ങാനായിട്ടില്ല. അതുകൊണ്ട് തന്നെ കിട്ടാനിരിക്കുന്ന ആളുകളും കിട്ടിയിട്ടുള്ള ആളുകളും തീർച്ചയായിട്ടും കാണണം. കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ നിന്ന് കമന്റ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച 2 പദ്ധതികളാണ് സ്ത്രീ സുരക്ഷാ പെൻഷനും വിദ്യാർത്ഥികൾക്കുള്ള കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പും. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ജനുവരി 20 വിതരണം ചെയ്തിരുന്നു. എന്നാൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിച്ചിരുന്നില്ല. കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പ്രഖ്യാപിച്ച് 3 മാസങ്ങൾക്കിപ്പുറം വിതരണം ആരംഭിക്കുന്നത്. ഈ ഫെബ്രുവരി 11 രാവിലെ 11 മണിക്ക് തിരുവനന്തപുരം മലയൻകീഴ് ശാന്തി മൈതാനത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഔദ്യോഗികമായി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ 10,58,752 പേർക്ക് മാത്രമാണ് ഈ ഒരു ആനുകൂല്യം ലഭിക്കുക. കേരളത്തിൽ ഇതിന് അർഹരായിട്ടുള്ള 31.34 ലക്ഷം ഗുണഭോക്താക്കളാണ് ഉള്ളത്. അപേക്ഷ വെച്ചവർ തന്നെ 15,88,267 പേരുണ്ട്. അപ്പോൾ 5 ലക്ഷത്തോളം ആളുകൾക്ക് ഇപ്പോൾ വിതരണം ഇല്ല. ഒന്ന്, അവരുടെ അപേക്ഷ താമസിച്ചു പോയത് കൊണ്ടാവാം. ഇല്ല എങ്കിൽ അവർക്ക് ഈ ഒരു അപേക്ഷ നിരസിച്ചിട്ടുണ്ടാകും. എന്തുകൊണ്ടാണ് നിരസിച്ചിട്ടുള്ളത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത് കാരണം എന്ന്. അപ്പോൾ നിരസിച്ചിട്ടുണ്ട് എങ്കിൽ കിട്ടാത്ത ആളുകൾ, ഇന്നും നാളേക്കായിട്ട് പൈസ കിട്ടാത്ത ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് എന്ത് അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടോ, ഇനി റിജക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം എന്തുകൊണ്ടാണ് എന്നുള്ളതും നോക്കുക. അതിന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണോ അത് റിജക്റ്റ് ചെയ്തിട്ടുള്ളത് ആ കാരണം പരിഹരിച്ചുകൊണ്ട് പേരിൽ മാത്രമുള്ള വ്യത്യാസമാണ് എങ്കിൽ വില്ലേജ് ഓഫീസർ നൽകുന്ന 1 and same സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ട് ഇത് പരിഹരിക്കാവുന്നതാണ്. നമ്മൾ നൽകുന്ന ആധാർ കാർഡ്, റേഷൻ കാർഡ്, അതുപോലെ തന്നെ ജനന സർട്ടിഫിക്കറ്റ്, ഇവയിലെല്ലാം വ്യത്യാസങ്ങൾ ഉണ്ട് എങ്കിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാകും. അപ്പോൾ 1 and same സർട്ടിഫിക്കറ്റ് വെക്കാൻ കഴിയാത്തതാണ് എങ്കിൽ ഏത് രേഖയിലാണോ തെറ്റിയെങ്കിൽ അത് തിരുത്തുക. അതുപോലെ ജനന സർട്ടിഫിക്കറ്റിൽ തിരുത്താൻ പ്രയാസമാണ്. ആധാർ കാർഡിലും അതുപോലെ തന്നെ റേഷൻ കാർഡിലും തിരുത്തുന്നതിന് വലിയ പ്രയാസമില്ല, പെട്ടെന്ന് സാധിക്കുന്നതാണ്. ഒരു 2 ആഴ്ചക്കുള്ളിൽ അത് പൂർത്തീകരിക്കാൻ കഴിയുന്നതാണ്. അത് പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും അപേക്ഷ നൽകുക. അപ്പോൾ അടുത്ത മാസം മുതൽ ഈ ഒരു തുക നിങ്ങൾക്കും ലഭിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ സംസ്ഥാനത്ത് വിതരണം ആരംഭിച്ചിരിക്കുന്നു. ക്ഷേമ പെൻഷന് പുറമെ സ്ത്രീ സുരക്ഷാ പെൻഷനും കേരളത്തിൽ വിതരണം ആരംഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് സ്ത്രീകൾക്ക് ഒരു പെൻഷൻ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. 35 മുതൽ 60 വയസ്സ് വരെയുള്ള AAY മഞ്ഞ, PHS പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെടുന്ന മറ്റ് ക്ഷേമ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതെ, അതായത് ക്ഷേമ പെൻഷൻ, വിധവാ പെൻഷൻ, വാർദ്ധക്യകാല വിധവാ പെൻഷൻ അല്ലെങ്കിൽ ഭിന്നശേഷി പെൻഷൻ, അവിവാഹിത പെൻഷൻ ഇവയൊന്നും ലഭിക്കാത്ത സ്ത്രീകൾക്കാണ് ഈ ഒരു സഹായം ലഭിക്കുക. വീട്ടിൽ മറ്റാർക്കെങ്കിലും ലഭിക്കുന്നുള്ള കാര്യമല്ല, ഈ പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഈ 1000 രൂപ സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇനിയും അപേക്ഷിക്കാത്ത 20 ലക്ഷത്തോളം ആളുകളാണുള്ളത്. അപ്പൊ ഇന്ന് തന്നെ അതിനു വേണ്ടിയിട്ട് ബാക്കിയുള്ള ആളുകൾ അപേക്ഷ നൽകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ സ്ത്രീ സുരക്ഷാ പെൻഷൻ സംസ്ഥാനത്ത് വിതരണം തുടങ്ങിയിട്ടുണ്ട്. അത് കിട്ടിയിട്ടുള്ള ആളുകൾ കമന്റ് ആയിട്ടൊന്ന് അറിയിക്കുക. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.